ശുഭ നായർ വ്ളോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ രാവിലെ ഒരു 10:30 സമയമൊക്കെ ആയി കേട്ടോ. ഇന്നലെ ഞാൻ ഈ 10:30ക്ക് മുന്നേ ആയിട്ട് വീഡിയോ എടുത്തു. പക്ഷേ നമ്മൾ പോകുന്ന വഴിക്കൊന്നും നെറ്റില്ലാത്ത കൊണ്ടാണോ എന്താണെന്നറിയില്ല, 5:30 ആയപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ആയത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 12 മണിക്ക് മുന്നേ വീഡിയോ ഇടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്നലെ വീഡിയോ ഇട്ടത്. പക്ഷേ ഇതാണ് സംഭവം. പിന്നെ നമ്മൾ നേരെ പോയത് പാമ്പാടി പോയി. അവിടുന്ന് നമ്മൾ കൊടുങ്ങൂര് പോയി കേട്ടോ. ചക്കയുടെയും മാങ്ങയുടെയും ഒക്കെ ഒരാർത്തി കൊണ്ട് നമ്മൾ കൊടുങ്ങൂർക്ക് പോയത്. അപ്പം കുറേ നാളായിട്ട് ഓമന ചേച്ചി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. മൂവാണ്ടൻ മാങ്ങായുണ്ട്, ചെറിയ ഈ കുഞ്ഞു മാങ്ങയില്ലേ നമ്മൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കുന്നത്, അതാണ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നു, ഞങ്ങൾ ചോറുണ്ടു. അത് കഴിഞ്ഞ് ഞാനാണ് കേട്ടോ ഈ കണ്ടമുട്ട മൂവാണ്ടൻ മാങ്ങ പഴം ഇങ്ങനെ ചെത്തിയത്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ കഴിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും മൂവാണ്ടൻ മാങ്ങ ഈ പഴം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം കുറേ മാമ്പഴമൊക്കെ തിന്നു. ദേ ഒരാളിരുന്ന് തിന്നുന്നുണ്ടോ. മൂവാണ്ടൻ മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമ്മളിവിടെ കുറേ പ്രാവശ്യം ഇവിടെ കോട്ടയത്തു നിന്നൊക്കെ ഇങ്ങനെ കാശ് കൊടുത്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് കെമിക്കലൊന്നുമില്ലാതെ നല്ല ഒറിജിനൽ മാങ്ങാപ്പഴം. പിന്നെ ചക്ക ചേച്ചിയുടെ മേളിലോട്ടുള്ള പറമ്പുകളാണ് ഇതെല്ലാം ചേച്ചിയുടെ മേലോട്ടുള്ള പറമ്പുകൾ. ഇവിടെ നിറച്ച് ചക്കയും മാവും പിന്നെ ഒരുപാട് മുട്ടപ്പഴം എന്ന് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മൂത്ത് കിടക്കുന്ന ചക്കയാകട്ടോ. ചേച്ചി ഇങ്ങനെ ഒന്ന് കിഴിച്ച് നോക്കുക. എൻ്റെ വല്യച്ഛൻ്റെ പെങ്ങടെ മോളായത് കേട്ടോ. എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെ. അത് ഞാൻ കുഞ്ഞായിരുന്ന ഒരു ടൈം മുതൽ എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമാണ്. പിന്നെ നമ്മളിങ്ങനെ ഇതേ ഓരോ ചേച്ചി തന്നെ ചെറിയ മഴചാറ്റലും ഒക്കെ ഉണ്ടായിരുന്നു, മഴയില്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ വറക്കാനായിട്ട് നമ്മൾ ഒരു ചക്ക കൊണ്ടുവരാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ വറക്കാൻ പാകത്തിനുള്ള ചക്കയൊന്നും ഇല്ലായിരുന്നു. ഇത് നോക്കിയപ്പം ഇതിങ്ങനെ കിഴിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇതിനകത്തുനിന്ന് ഇങ്ങനെ ചൊള്ളയും കുരുവും ഒക്കെ ഇറങ്ങി വരും. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇത് കൊള്ളാവോ നോക്കി. അപ്പോൾ എനിക്കൊരു പൊട്ട് പോലെ തോന്നിയേ. അപ്പം പിന്നെ അതും വറക്കാൻ കൊള്ളാം. അപ്പം ഞാൻ പറഞ്ഞു ഒരെണ്ണം മതി പുഴുങ്ങാമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ കൊണ്ടുപോകുന്നു. ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങളിങ്ങനെ നോക്കുമ്പം ഇതിനകത്തുനിന്ന് കുരു ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇങ്ങനെ പൊട്ട് കുരുവില്ലേ, ഇങ്ങനെ നമുക്ക് പൊളിക്കുമ്പോൾ ഒന്നും ഇല്ലാത്ത ഒരു കുരു. പിന്നെ എനിക്കെന്ന് പറഞ്ഞാൽ കുഞ്ഞിലെ മുതൽ ക്വാർട്ടേഴ്സിൽ വളർന്നു വന്ന എനിക്ക് വല്ല കാലത്തും അവധിക്കൊക്കെ വാഴൂര്, എൻ്റെ അമ്മയുടെ വീട്ടിൽ വാഴൂര് പോകുമ്പോൾ അവിടെയുള്ള എല്ലാവരും ഇങ്ങനെ ചക്ക പുഴുങ്ങിയത് ആ ഒരു ടേസ്റ്റാണ് കേട്ടോ എൻ്റെ മനസ്സിൽ ഇപ്പോഴും എനിക്ക് വരുന്നത്. എനിക്ക് തന്നെ ചക്ക എടുത്ത് വെട്ടി പെറുക്കി അരിഞ്ഞ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റും ഇല്ലാത്ത പോലെ തോന്നും ഞാൻ തന്നെ ഉണ്ടാക്കുമ്പോൾ. എന്തായാലും ഒരെണ്ണം ഞങ്ങൾ കൊണ്ടുവന്നു. ഇത് ഇങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി വരുവാണ്. അപ്പം ഇങ്ങനെ വന്ന വഴിക്ക് ദേ ഇവിടെ മുട്ടപ്പഴം, പിന്നെ അത് പഴുത്തതൊന്നും ഇല്ലായിരുന്നു, കുറേ പഴുക്കാറായതൊക്കെ മേളിൽ നിൽപ്പുണ്ടായിരുന്നു. അത് പിന്നെ ഈ മഴ സമയമായതുകൊണ്ട് നമുക്ക് തോട്ടിയൊക്കെ ഇലയിലൊക്കെ വെള്ളവും ഒക്കെ ആയിട്ട് പിന്നെ ചേച്ചി നോക്കൂ അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുക. പിന്നെ എല്ലാവർക്കും ഒന്നും മുട്ടപ്പഴം അത്ര ടേസ്റ്റ് അല്ലല്ലോ, ഒരു അറിയാമല്ലോ എല്ലാവർക്കും മുട്ടപ്പഴം എന്ന് പറയുന്നത് അല്ലേ. പിന്നെ അങ്ങനെ പഴുത്തമൊന്നും ഇല്ലയെന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞു വാ നമുക്ക് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ താഴേക്ക് ഇങ്ങോട്ട് വന്നപ്പോഴേക്കും ദേ ഒരു കൂഴയാന്ന് പറഞ്ഞു. പക്ഷേ വരിക്കയും കൂഴയും കൂടെ ഉള്ള ഇല്ലേ, അതായത് കട്ടിയായിട്ടുള്ള പഴം. എന്നോ മധുരമായിരുന്നു എൻ്റെ ദൈവമേ. ഇനി ഒരു 2 ആഴ്ചത്തേനും മധുരം തൊടാൻ പറ്റുകയില്ല കേട്ടോ. അതുപോലെ മാങ്ങാപ്പഴമായിട്ടും ചക്കപ്പഴം ഒക്കെ ആയിട്ടും ഞാനിത് അവിടെ നിന്നോട്ട് തന്നെ തിന്നുക. ചേച്ചി പറയാം നിന്നെ സമ്മതിച്ചിരിക്കുന്നു, നിനക്ക് ഇത്രയും കൊതിയായിരുന്നു എന്നൊക്കെ എന്നോട് ചോദിക്കുക കേട്ടോ. അപ്പം ഇത് കണ്ടോ നമ്മളിങ്ങനെ മാറ്റുമ്പം ഇതെനിക്ക് പണ്ട് എൻ്റെ മോൻചേട്ടൻ ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ ഒരു കുരുവൻ പ്ലാവ് എന്ന് പറഞ്ഞൊരു പ്ലാവുണ്ട് വാഴൂരെ, അവിടെ ഞങ്ങൾ ചവിട്ടി പോയിരുന്നുകൊണ്ട് ഇത് ഇങ്ങനെ തിന്നുമായിരുന്നു. ആ ഒരു ഓർമ്മ എനിക്ക് പെട്ടെന്ന് തോന്നി. ഞാൻ ഓമന ചേച്ചിയോട് പറഞ്ഞു അങ്ങനെ മോൻചേട്ടനും ഞാനും കൂടി ഇങ്ങനെ കഴിക്കുന്ന കാര്യം. പിന്നെ ഇത് അങ്ങനെ അവിടെ നിന്ന് കുറച്ച്
2-3 ചുളയൊക്കെ ഞാൻ അവിടെ തന്നെ നിന്ന് തിന്നു. ബാക്കി നമ്മളൊരു പ്ലേറ്റിലോട്ട് ഒരു പാത്രം എടുത്തുകൊണ്ട് വന്ന് അതിലേക്ക് ഞാനിങ്ങ് കോട്ടയത്തോട്ട് കൊണ്ടുവന്ന് കേട്ടോ. എനിക്കിന്ന് കുമ്പിളപ്പം ഉണ്ടാക്കണം. നല്ല മധുരമാണ് ആ ചുളയ്ക്ക്. പക്ഷെ ചെറിയ ചക്കയാണ്, പക്ഷെ അതെല്ലാം മൂത്ത് പഴുത്ത് കിടക്കുക, കുഞ്ഞു ചക്കയാണ് കണ്ടാൽ. പക്ഷേ നല്ല രുചി. ഈ വരിക്കയുടെ ഒരു ഭാഗവും കൂഴയുടെ ഒരു ഭാഗവും എന്ന് പറഞ്ഞ പോലെയാണ് ഈ ചക്കപ്പഴം ഇരിക്കുന്നത് കേട്ടോ. പിന്നെ എൻ്റെ മോള് ചെറിയ ആളെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവളിതേ പാത്രം എടുത്തുകൊണ്ട് വന്നു. ഇത്രയും ചുള ഞാൻ അതിൽ നിന്ന് നല്ലത് നോക്കി എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ഇതേണ്ട ചെറിയ മാങ്ങാപ്പഴം ഇഷ്ടംപോലെ കൊണ്ടുവന്നു. അപ്പോൾ ബൈ.